ആദിവാസി ഗോത്രമേഖലകളിലെ ടൂറിസം സാധ്യതകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇടുക്കി ജില്ലാതല ഊരുകൂട്ട സംഗമം നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇടുക്കിയുടെ വരുംകാല വികസനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടത് ചെറുതും വലുതുമായ ടൂറിസം പദ്ധതികളിലാണ്. അതിൽ ട്രൈബൽ സെറ്റിൽമെന്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത തരത്തിൽ പരമ്പരാഗത ആചാരങ്ങളും രീതികളും ചിന്തകളും അന്യം നിന്നു പോകാതെ സംരക്ഷിക്കുന്ന സംസ്കൃതിയുമുള്ള ഒരു ജനവിഭാഗം ഇടുക്കിയിലുമുണ്ട്. ആദിവാസി ഗോത്ര മേഖലകളിലെ ടൂറിസം സാധ്യതകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ഉന്നതങ്ങളിലേക്കുള്ള റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കഴിയുന്നതൊക്കെ മെച്ചപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും പോരായ്മകൾ അവശേഷിക്കുന്നുണ്ട്. ആ പോരായ്മകളെല്ലാം പരിഹരിക്കാൻ കഴിയത്തക്കവിധത്തിലുള്ള പദ്ധതികളുടെ ആവിഷ്കാരം. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, മണ്ണിന്റെ വിനിയോഗത്തിൽ വരുന്ന വീഴ്ചകൾ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മണ്ണിന്റെ വിനിയോഗം നല്ല നിലയിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കാലതാമസം ഉണ്ടാക്കുക. അത്തരം കാലതാമസങ്ങളെ നല്ല നിലയിൽ കണ്ടെത്തി അതിനാവശ്യമായ പരിഹാര മാർഗങ്ങൾ ദർശിക്കുക. പരിപാടിയിൽ വനാവകാശ രേഖകളുടെ വിതരണം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഗോത്ര വിഭാഗങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് പട്ടികവർഗ വികസനം ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാകുന്നേൽ അധ്യക്ഷത വഹിച്ചു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ വിശിഷ്ട വ്യക്തിയായി പങ്കെടുത്തു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് KS, ജില്ലാ പഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽവരാജൻ TR തുടങ്ങിയ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന.